ഇടിയപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടുമൊക്കെ തയ്യാറാക്കാൻ പറ്റുന്ന ഈ പലഹാരം വീട്ടിൽ പൊടിച്ച അരിപ്പൊടി വെച്ച് എങ്ങനെ തയ്യാറാക്കുന്നതെന്നാണ് ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അതിനായിട്ട് പച്ചരി 4 മണിക്കൂർ വെള്ളത്തിൽ നന്നായിട്ട് കുതിർത്ത് വെച്ച് നന്നായിട്ട് കഴുകി വെള്ളം തോരാനായിട്ട് ഒരു അരിപ്പയിൽ ഇതുപോലെ വയ്ക്കുക. എന്നിട്ടൊരു കോട്ടൺ തുണിയിൽ നന്നായിട്ട് നിരത്തി വെച്ച് ഉണക്കാനായിട്ട് വയ്ക്കുക. കയ്യിലൊട്ടാത്ത രീതിയിൽ അരി ഉണങ്ങി കിട്ടണം. വെള്ളമയം കയ്യിലൊട്ടും ഇതുപോലെ കയ്യിലൊട്ടാത്ത രീതിയിൽ, എന്നാൽ അരിയിൽ ശകലം നനവ് കാണുകയും ചെയ്യും. ഇത് നമുക്ക് മിക്സിയിലിട്ട് ബാച്ചായിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ പൊടിച്ച അരി നന്നായിട്ട് അരിച്ചെടുക്കണം. തരിയില്ലാണ്ട് നൈസ് പൊടിയാണ് നമുക്ക് ഇടിയപ്പത്തിന് വേണ്ടത്. അരിപ്പയിൽ ഇതുപോലെ അരിച്ചെടുക്കുമ്പം ബാക്കി വരുന്ന അരിപ്പൊടി അടുത്ത ബാച്ചിൻ്റെ കൂടെ ശകല അരിയും കൂടെ ചേർത്ത് ഒരുമിച്ച് പൊടിച്ചെടുക്കാം. ഇതുപോലെ എല്ലാ അരിപ്പൊടിയും പൊടിച്ചെടുക്കുക. ബാക്കി വരുന്ന ശകലം തരിയായിട്ടുള്ള അരിപ്പൊടി നമുക്ക് ഉപ്പുമാവ് കുഴക്കട്ടയ്ക്കോ അല്ല വേറെ എന്തെങ്കിലും കറി വയ്ക്കുമ്പോഴും ചേർക്കാവുന്നതാണ്. വറുത്ത അരിപ്പൊടി നമുക്ക് കട്ടിയുള്ള ഒരു ചീനച്ചട്ടിയിൽ വറുത്തെടുക്കാം. വെറും ചീനച്ചട്ടിയിലാണ് വറുത്തെടുക്കുന്നത്. ചട്ടിയിൽ എണ്ണയൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല. നന്നായിട്ട് വറുത്ത് കിട്ടുമ്പോൾ ആദ്യം അരിയിൽ ശകലം നനവുള്ളതുകൊണ്ട് നമുക്ക് ഇളക്കാനായിട്ട് ശകലം ബുദ്ധിമുട്ട് വരും. ചൂട് തട്ടും തോറും നല്ല അരിപ്പൊടി ഇതുപോലെ നല്ല ലൂസായിട്ട് കിട്ടുകയും ചെയ്യും. ഏകദേശം പരുവാകുമ്പോൾ അതിൽ ഇതുപോലെ ചെറിയ അരിയുടെ ഉണ്ടകൾ നമുക്ക് കാണാനും പറ്റും. ഇല്ലെങ്കിൽ അരിപ്പൊടി വെച്ച് നമുക്കൊരു ലൈൻ ഇത് വരയ്ക്കാൻ പറ്റണം. അതാണ് അതിൻ്റെ പരുവം. അരിപ്പൊടിയുടെ നല്ലൊരു മണവും വരാൻ തുടങ്ങും. ഇതുപോലെ നന്നായിട്ട് വറന്ന് കിട്ടിയ പൊടിയിൽ ചെറിയ ചെറിയ അരിയുടെ ഉണ്ടകൾ കാണും. അത് മാറ്റി കിട്ടാനായിട്ട് മൊത്തമായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. ഇതുപോലെ അരി മൊത്തമായിട്ട് ഇടുമ്പോൾ ആ ഉണ്ടകളൊക്കെ മാറി നല്ല നൈസായിട്ട് പൊടിഞ്ഞ് കിട്ടുകയും ചെയ്യും. ഇത് നമുക്ക് ഇടിയപ്പത്തിന് തയ്യാറാക്കാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. വീട്ടിൽ വറുത്തെടുക്കുന്ന ഇടിയപ്പപ്പൊടി ഈ രീതിയിലാണ് തയ്യാറാക്കുന്നത്. നല്ല നൈസായിട്ട് ഇരിക്കുകയും ചെയ്യും. ഇത് നമുക്ക് കുപ്പിയിൽ സൂക്ഷിക്കുകയാണെങ്കിൽ 6 മാസം വരെയൊക്കെ സൂക്ഷിച്ച് വെക്കാനും പറ്റും. ഇനി പൊടിച്ച പൊടിയിൽ 1.5 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് സ്വാദിനാവശ്യമുള്ള ഉപ്പ് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് തിളച്ച വെള്ളം വേണം ചേർക്കാനായിട്ട്. ഇപ്പോൾ 1 കപ്പിന് 1.5 കപ്പ് വരെ നമുക്ക് വെള്ളം തിളപ്പിച്ചെടുക്കുക. ഇപ്പം 1.5 കപ്പിന് ഏകദേശം 3.25 കപ്പാണ് ഞാൻ വെള്ളം തിളപ്പിച്ചെടുത്തിരിക്കുന്നത്. ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാം. ചില അരി കൂടുതൽ വെള്ളം ആവശ്യം വരും, ചില അരി ശകലം വെള്ളം കുറച്ചായിരിക്കും എടുക്കുന്നത്. ഇതുപോലെ അരിപ്പൊടി ഒട്ടും ഇല്ലാതെ നമുക്ക് എന്നാൽ നല്ല ടൈറ്റായിട്ട് കിട്ടുന്ന മാവ് പോലെ കുഴച്ചെടുക്കണം. ഏകദേശം 3 കപ്പിൻ്റെ ആവശ്യമേ വരത്തുള്ളൂ. ഇപ്പോൾ പഴകിയ അരിയാണെങ്കിൽ ശകലം വെള്ളം കൂടുതൽ വേണ്ടി വരും. ഇപ്പം കറക്റ്റ് 3 കപ്പാണ് എടുത്തിരിക്കുന്നത് കുഴയ്ക്കാനായിട്ട്. 1/4 കപ്പ് ബാക്കി വന്നിട്ടുണ്ട്. ഇത് ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് അടച്ച് വയ്ക്കുക. 5 മിനിറ്റിന് ശേഷം മാവ് നമുക്ക് ചൂടോടുകൂടെ തന്നെ കുഴച്ചെടുക്കണം. എങ്കിലേ ഇടിയപ്പം നല്ല സോഫ്റ്റായിട്ടും ഒട്ടും ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ കിട്ടത്തുള്ളൂ. നമ്മൾ വെള്ളം ഒഴിച്ച് കുഴയ്ക്കുമ്പം വെള്ളം കൂടിപ്പോവരുത്. ഈ ചൂട് മാവിലേക്ക് ഒരു 3 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ മാവ് ചൂടോട് കുഴയ്ക്കാനായിട്ട് എളുപ്പം ഇതുപോലൊരു ഗ്ലാസ് വെച്ച് നമുക്ക് കുഴയ്ക്കുകയാണെങ്കിൽ നല്ല മയത്തിൽ മാവ് കിട്ടുകയും ചെയ്യും. ഇടിയപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും വേണ്ടിയിട്ടാണ് ഈ മാവ് ചൂടോട് കുഴയ്ക്കുന്നത്. കുഴച്ചതിന് ശേഷം എല്ലാം കൂടെ ചേർത്ത് ഒരു 5 മിനിറ്റ് മാറ്റി വയ്ക്കാം. കാരണം ആ നാഴി നമുക്ക് കൈകൊണ്ട് പിടിക്കണം. ഒന്നും മാവ് തണുത്ത് വരുമ്പം പിടിക്കാനുള്ള ആ ചൂടാവുമ്പം ഇടിയപ്പം നാഴിയിൽ മാവ് നിറച്ച് ഇതുപോലെ ഇടിയപ്പം പിഴിഞ്ഞെടുക്കാം. ഇപ്പോൾ ഇഡ്ഡലി തട്ടിലാണ് പിഴിയുന്നത്. താഴെ ശകലം തേങ്ങയും കൂടെ ഇടുകയാണെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും. ഇഷ്ടമില്ലാത്തവർക്ക് തേങ്ങ ഇടണമെന്നില്ല. ഇപ്പോൾ ഇടിയപ്പത്തട്ടിലല്ലാതെ നമുക്ക് സാധാരണ തട്ടിൽ കുറച്ചും കൂടെ വലിയ ഇടിയപ്പമായിട്ടും നമുക്ക് പിഴിഞ്ഞെടുക്കാം. അപ്പം തട്ടിൽ ഇതുപോലെ പിഴിഞ്ഞ് ആവി കയറ്റി എടുത്താൽ മതി.
ഇഡ്ഡലി തട്ടിൻ്റെ ആവശ്യം വരത്തില്ല. ഇപ്പം വാഴയില കിട്ടുകയാണെങ്കിൽ അതിലിതുപോലെ തന്നെ നമുക്ക് ഇടിയപ്പം ചുറ്റിച്ച് ഇപ്പം 4-5 സെറ്റ് ഒരുമിച്ച് തന്നെ നമുക്ക് ആവിയിൽ കയറ്റി വേവിച്ചെടുക്കാവുന്നതാണ്. 2 തട്ടിലും പിഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കണം. ഇപ്പം ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം തിളച്ചതിന് ശേഷം തട്ട് വെച്ച് വലിയ തീയിൽ തന്നെ നന്നായിട്ട് ആവി പുറത്ത് വരുന്നത് വരെ വേവിക്കുക. എന്നിട്ട് ഒരു മീഡിയം തീയിൽ 10-15 മിനിറ്റ് വേവിച്ചെടുക്കുകയാണെങ്കിൽ ഇടിയപ്പം നന്നായിട്ട് വെന്ത് കിട്ടും. അത് പുറത്ത് വെച്ച് ഒന്ന് തണുത്തതിന് ശേഷം തട്ടിൽ നിന്ന് നമുക്കിതുപോലെ ഇളക്കി മാറ്റാവുന്നതാണ്. ഒട്ടും ഒട്ടിപ്പിടിക്കാതെ നന്നായിട്ട് വെന്ത് കിട്ടുന്ന ഇടിയപ്പം ഈ രീതിയിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇപ്പം വലിയ തട്ടിൽ ഇതുപോലെ വലിയ ഇടിയപ്പമായിട്ട് തയ്യാറാക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ അതുപോലെ തയ്യാറാക്കുക. ഇല്ലെങ്കിൽ കുഞ്ഞു ഇടിയപ്പം പോലെ ഇഡ്ഡലി തട്ടിൽ തയ്യാറാക്കുക. ഇത് നമുക്ക് ഇഷ്ടമുള്ള കറികളിൽ കൂടെ വിളമ്പാവുന്നതാണ്. ഇപ്പം കടലക്കറിയാണ്, വറുത്തരച്ച കടലക്കറിയും പപ്പടത്തിൻ്റെയും കൂടെയാണ് വിളമ്പിയിരിക്കുന്നത്. ഈ രീതിയിൽ വീട്ടിൽ തയ്യാറാക്കിയ പൊടി വെച്ച് ഇടിയപ്പം തയ്യാറാക്കി നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.